സർ, നിലമ്പൂരിൽ LDFന്റെ കാലിടറിപ്പോയോ? ഈ CPM-ലെ തന്ത്രങ്ങളൊക്കെ പിഴച്ചു പോയോ എന്നുള്ളതാണോ വരുന്ന വാർത്തകളൊക്കെ? നിലമ്പൂരിൽ നിന്ന് വരുന്ന സൂചനകൾ LDFന് ഒട്ടും അനുകൂലമല്ല, ശുഭകരമല്ല. ഏറ്റവും ഒടുവിൽ പെട്ടി വിവാദം വരെ LDFന് CPM-ന് ഒരു തിരിച്ചടിയാണ്. മാത്രമല്ല, അവിടെ നിന്ന് ലഭിക്കുന്ന ഗ്രൗണ്ട് റിയാലിറ്റി, ഗ്രൗണ്ടിലെ കളിക്കളത്തിലെ യാഥാർത്ഥ്യം, അതിനെക്കുറിച്ച് ലഭിക്കുന്ന വിവരങ്ങൾ വളരെ രസകരമാണ്. ഈ സ്വരാജിനൊപ്പം LDFന്റെ സ്ഥാനാർത്ഥി CPM-ലെ ഒരു പ്രധാനപ്പെട്ട യുവ നേതാവാണ്. അദ്ദേഹം DYFIയുടെ ഉന്നത ചുമതലകളിലൊക്കെ ഇരുന്ന ആളാണ്. ഇപ്പോൾ CPM-ന്റെ വളരെ ഉയർന്ന ഒരു നേതാവാണ്, പദവികൾ വഹിക്കുന്ന ആളാണ്. ദേശാഭിമാനിയുടെ റെസിഡൻ്റ് എഡിറ്ററാണ്. ആ സ്വരാജിനെക്കുറിച്ച്, ആ സ്വരാജിനോടൊപ്പം അവിടെ നിലമ്പൂരിൽ ഓടി നടക്കാൻ നിലമ്പൂരുകാരായ ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ്. സ്വരാജിനൊപ്പം അവിടെ ഈ പറയുന്നത് പോലെ വലിയ സാംസ്കാരിക സദസ്സുകളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. അതിലേക്കെല്ലാം വരുന്നത് പുറത്തു നിന്നുള്ള പ്രവർത്തകരാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം അവിടെ വിലയിരുത്തലിനൊക്കെ ആയിട്ട് പോയ എൻ്റെ ഒരു മാധ്യമ സുഹൃത്തിനോട് ഞാൻ സംസാരിച്ചു. അദ്ദേഹം പറയുന്ന വിവരം, സ്വരാജിനൊപ്പം ആ തദ്ദേശീയരായ ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണത്രേ. മറിച്ച് ആര്യാടൻ ഷൗക്കത്ത് കൃത്യമായിട്ടും ആ പ്രദേശത്തുള്ളവരെ ഒപ്പം കൂട്ടിയാണ് പ്രചാരണം നടത്തുന്നത്. അപ്പോൾ വേറെ ഒരുപാട് രാഷ്ട്രീയ വിഷയങ്ങൾ അവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. എങ്കിലും ഈ രണ്ടുപേരുടെയും ബോഡി ലാംഗ്വേജ്, രണ്ടുപേരുടെയും ആ പ്രവർത്തന ശൈലി ഒക്കെ പരിശോധിക്കുമ്പോൾ സ്വരാജിൽ ഒരു ആത്മവിശ്വാസക്കുറവും ആര്യാടൻ ഷൗക്കത്തിൽ ഒരു ആത്മവിശ്വാസ കൂടുതലും കാണുന്നതായി പൊതുവെ പറയപ്പെടുന്നുണ്ട്. എന്തായാലും രണ്ടു കൂട്ടർക്കും ഈ പ്രധാനമായിട്ടും മത്സരം നടക്കുന്നത് LDFും UDFും തമ്മിലാണ്. BJP തങ്ങളുടെ കരുത്ത് എത്രയുണ്ട് എന്ന് അവിടെ തെളിയിക്കാൻ ഒരവസരം അവർക്ക് കിട്ടിയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് BJP അവിടെ ഒരു വെല്ലുവിളി ആയിട്ടില്ല എന്നാണ് ഗ്രൗണ്ടിൽ നിന്ന് കിട്ടുന്ന സൂചന. അവിടെ നിൽക്കട്ടെ, ഈ പറഞ്ഞതുപോലെ BJP അവിടെ അവരുടെ കുറേ വോട്ടുകൾ പിടിക്കുമായിരിക്കും. പക്ഷേ ഈ LDFും UDFും ഇന്നിപ്പോൾ പ്രചാരണ രംഗത്ത് പരസ്പരം ഉന്നയിക്കുന്ന പ്രത്യാരോപണങ്ങളുണ്ട്. അതൊക്കെ വെറും ഈ സത്യത്തിൽ അതൊരു ഊച്ചാളി രാഷ്ട്രീയം എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നും അതിനെക്കുറിച്ച് പറയാനില്ല. കേരളത്തിനെ ബാധിക്കുന്ന, കേരളത്തിൻ്റെ പ്രതിസന്ധികൾ, കേരളം നേരിടുന്ന വെല്ലുവിളികൾ, ഇതിനെക്കുറിച്ച് വലിയ ചർച്ചയൊന്നും അവിടെ ഇല്ല. അത് അവിടുത്തെ വോട്ടർമാർ സത്യത്തിൽ അവർ ഈ എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും ചോദിക്കുന്ന ചോദ്യം, നമ്മുടെ ജീവൽ പ്രശ്നങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ ചർച്ച ചെയ്യുന്നില്ല? ഇത് അവിടുത്തെ വോട്ടർമാരുടെ ഇടയിൽ വളരെ ശക്തമാണ്. ഒരല്പമെങ്കിലും അക്കാര്യത്തിൽ നീതി പുലർത്തുന്നത് UDF ആണെന്ന് പറയണം. കാരണം LDF ഭരണത്തിലിരിക്കുകയാണ്. അവർക്ക് ഭരണത്തിൻ്റെ വീഴ്ചകളും പോരായ്മകളും മറച്ചു വയ്ക്കാനേ അവർ കഴിയുന്നത് ശ്രമിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ UDFനെ ഇട്ട് പരിഹസിക്കാനുള്ള ഒരു ഉപാധി മാത്രമാണ്. അവരെ സംബന്ധിച്ച് ഭരണ നേട്ടങ്ങൾ അത് ഉയർത്തിക്കാട്ടി തന്നെയാണ് അവർ പ്രചാരണം നടത്തുന്നത്. ഞങ്ങൾ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, എന്താ പറയണ്ടേ, ഈ പൊട്ടിപ്പൊളിഞ്ഞു പോയ നാഷണൽ ഹൈവേ റോഡുണ്ടല്ലോ ആ മലപ്പുറം ഭാഗത്ത്, അതുപോലും അവിടെ ചർച്ചയാകാതിരിക്കാൻ LDF വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. എന്നാൽ അതേസമയം UDF ആകട്ടെ അത്തരം കാര്യങ്ങൾ ഒരു മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് ചർച്ച ചെയ്യാൻ അവർക്ക് സാധിക്കുന്നുമില്ല. അങ്ങനെ ഒരു പോരായ്മ UDFൻ്റെ ഭാഗത്തുണ്ട്. പക്ഷേ UDF കട്ടക്കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട്. നമുക്കറിയാം UDF കഴിഞ്ഞ 9 വർഷമായിട്ട് ഭരണത്തിലില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഈ പണം, സാമ്പത്തികം, തെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിന് പണം വേണം. ആ പണം കണ്ടെത്താനൊക്കെ, ഫണ്ട് കണ്ടെത്താനൊക്കെ അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും അവർ നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകുന്നുണ്ട്. ഇപ്പുറത്ത് LDFന് ഫണ്ടിനോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും ബുദ്ധിമുട്ടില്ല. അവർ CPMൻ്റെ മിഷണറി പൂർണ്ണമായിട്ടും അവിടെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇന്നിപ്പോൾ നിലമ്പൂർ സംസ്ഥാനത്തിൻ്റെ ഒരു പരിച്ഛേദമായി മാറിയിരിക്കുകയാണ് നിലമ്പൂർ. അങ്ങനെ ഒരു സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാ എല്ലാവരെയും അവിടെ ഇറക്കി വലിയ തോതിൽ. ഇന്നലെ പിണറായി വിജയന്റെ ഒരു സമ്മേളനം ഉണ്ടായിരുന്നു. എന്തോരം ആൾക്കാരാണ്. അപ്പം ഞാൻ വിചാരിച്ചു നിലമ്പൂർകാർക്ക് ഇത്രയും പേര് പിണറായിക്ക് സപ്പോർട്ട്, LDFന് സപ്പോർട്ടാണ്. പക്ഷെ ഇതൊക്കെ പുറത്തുനിന്ന് വരുന്ന ആൾക്കാരാണെന്നാണ് പറയുന്നത്. മാത്രമല്ല എനിക്കൊരു സംശയം കൂടെ ഉണ്ട്. ഇപ്പോൾ
UDF ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി തന്നെ പ്രവർത്തിക്കും. പക്ഷെ അൻവറിനും അത്തരത്തിലൊരു ജനപ്രിയ ഉണ്ട് അവിടെ. അൻവറിനോട് ഒരു ഇഷ്ടമുണ്ട് ജനങ്ങൾക്ക്. അപ്പോൾ ഒരു പക്ഷെ അൻവറും ഇത്തരത്തിലുള്ള ഒരു പ്രചാരണം അല്ലേ നടത്തുന്നത്. അപ്പം ഞാൻ അതിലേക്ക് വരുന്നു. ഈ അൻവർ അവിടെ ഒരു ഫാക്ടർ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ മത്സരം LDF ഉം UDF ഉം തമ്മിലുള്ള ഒരു നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലാണ്. അൻവർ ചില വിഷയങ്ങൾ ഉയർത്തിയാണ് ഇവിടുന്ന് പുറത്തു പോയത്. LDF ൽ നിന്ന് CPM വിട്ട് പുറത്തു പോയത്. അൻവർ സ്വതന്ത്രനായിരുന്നു, പക്ഷെ LDF കൂടെ നിന്നയാളാണ്. പക്ഷെ അൻവർ ഉയർത്തിയ പ്രശ്നങ്ങൾക്ക് അവിടെ ഒരു കൃത്യമായൊരു ചർച്ച അത് നടക്കുന്നില്ല. അതിൽ നിന്നെല്ലാം വഴിതിരിഞ്ഞു പോയി. അത് ചർച്ച ചെയ്യപ്പെടാതിരിക്കുക എന്നുള്ളത് LDF ഏറ്റവും വലിയ ആവശ്യമാണ്. UDF സംബന്ധിച്ചും അത് ചർച്ച ചെയ്താൽ ഈ പറയുന്നത് പോലെ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്കുണ്ടാകുന്ന നേട്ടം അത് അൻവറിലേക്കും കൂടി പങ്കുവയ്ക്കണം എന്നൊരു ഭയം UDF അതുകൊണ്ട് തന്നെ UDF അൻവറിനെ പരമാവധി മാറ്റി നിർത്താൻ ശ്രമിക്കുകയാണ്. അൻവറിനെ ഒഴിച്ചു നിർത്തിയിട്ടാണ് അവരുടേതായ മറ്റു പ്രശ്നങ്ങളൊക്കെ സർക്കാരിനെതിരെ ഉന്നയിക്കാവുന്ന പ്രശ്നങ്ങളെല്ലാം ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെ മുന്നോട്ട് പോകുന്നു. രണ്ട് മുന്നണികളെയും ഒരുപോലെ ബാധിച്ചതാണ് UDF ജമാഅത്ത് ഇസ്ലാമി കൂട്ടും അതുപോലെ തന്നെ LDF PDP കൂട്ടും. ഇത് രണ്ടും മണ്ഡലത്തിൽ വലിയ ചർച്ചയായി. നോക്കൂ, വിലക്കയറ്റം, കേരളം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി, ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയിരിക്കുന്നു, വികസന പ്രവർത്തനങ്ങൾ വല്ലാതെ ഇഴയുകയാണ്, സമയത്തിനൊന്നും നടക്കുന്നില്ല. ഈ പറയുന്നത് പോലെ പണം ഒരുപാട് പേർക്ക്, കരാറുകാർക്കടക്കം വൻ തുകകൾ കുടിശ്ശികയാണ്, നികുതി പിരിവ് മൊത്തത്തിൽ താളം തെറ്റിയിരിക്കുന്നു. ഇങ്ങനെ വലിയ വലിയ പ്രശ്നങ്ങൾ നമ്മുടെ കേരളം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും രൂക്ഷമാണ് വിലക്കയറ്റം. ജനജീവിതം അങ്ങേയറ്റം ദുസ്സഹമാക്കിയിരിക്കുന്നതാണ്. അതിനെ സമർത്ഥമായിട്ട് അഡ്രസ്സ് ചെയ്യാൻ സർക്കാരിന് പറ്റിയിട്ടില്ല. അതിന് പരിഹാരം കണ്ടെത്താൻ സർക്കാരിന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് ചർച്ചയാകാതിരിക്കാൻ LDF CPM കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട്. UDF അത് വേണ്ടതുപോലെ ഉയർത്തി കാണിക്കാൻ കഴിയുന്നുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. മാത്രമല്ല അവിടെ സാംസ്കാരിക നായകന്മാർ എന്ന് പറഞ്ഞാൽ KR മീരയെ പോലുള്ള കുറച്ച് പേര് LDF ഭാഗത്തു നിന്നുണ്ട് പ്രചാരണ പരിപാടി നടത്തുന്നത്. ഓപ്പോസിറ്റ് ആശാപ്രവർത്തകർ LDF വളരെയധികം വിമർശനവുമായിട്ട് അവിടെ ഒരു പ്രചാരണം നടത്തുന്നു. ഒരുപക്ഷെ UDF നേരത്തെ സാർ പറഞ്ഞതുപോലെ സാമ്പത്തികമായിട്ടുള്ള അവരുടെ ഒരു പോരായ്മ ആശാപ്രവർത്തകർ അതൊക്കെ നികത്തുന്നില്ലേ അവിടെ. മാത്രമല്ല ചാണ്ടി ഉമ്മൻ്റെ ഒരു പ്രചാരണം ഭയങ്കരമായിട്ട് വ്യത്യസ്തമായിട്ട് തോന്നി. 3500 വീടുകളിൽ കാൽനടയായിട്ട് കയറി ഇറങ്ങി താഴേക്കിടയിലുള്ള ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തനം അതിപ്പോൾ സോഷ്യൽ മീഡിയയൊക്കെ ഭയങ്കര ഇതായിട്ട് മാറി. അപ്പോൾ എനിക്ക് ഞാൻ അത് തന്നെയാണ് പറഞ്ഞു വരുന്നത്. പ്രചാരണത്തിൽ ഒരുപടി മുന്നിൽ UDF തന്നെയാണ്. അവിടെ LDF ഇത്രയും മിഷണറിയും കാര്യങ്ങളും ഒക്കെ കയ്യിലുണ്ടായിട്ട് പോലും LDF പ്രതിരോധത്തിലാണ്. അവർക്ക് ജനങ്ങളെ നേരിടാൻ ഒരു വൈക്ലഭ്യം, ഒരു വിഷമം ഉള്ളതുപോലെ തോന്നുന്നു. ഇതൊക്കെ നിലമ്പൂരിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളാണ്. അതേസമയം ഈ പറഞ്ഞതുപോലെ അവർ ഭരണനേട്ടങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വലിയ തോതിൽ മണ്ഡലം ഇളക്കി മറിക്കുന്നുണ്ട്. കാരണം LDF സംബന്ധിച്ച് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം അവർക്ക് മാത്രമല്ല ഞാൻ ബാക്കി കണ്ടിന്യൂ ചെയ്യാൻ വന്നത് എനിക്കതിൽ തോന്നിയത് LDF എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരാണ്. പക്ഷെ അവർ എടുത്ത് കാണിക്കുന്ന പ്രത്യേകിച്ചുള്ള യുവ നേതാക്കന്മാരൊന്നുമില്ല. ഒന്ന് JK, M സ്വരാജ്, ഇങ്ങനെയുള്ള 2-3 പേരെ ജനങ്ങൾക്കറിയത്തുള്ളൂ. പക്ഷേ ഈ പ്രചരണത്തിന് ഇറങ്ങിയ UDF സ്ഥാനാർത്ഥികളെ രാഹുൽ മാങ്കൂട്ടം, ഷാഫി പറമ്പിൽ, ഈ പറഞ്ഞ ചാണ്ടി ഉമ്പൻ, ഇങ്ങനെ കുറേ ആൾക്കാർ ഇപ്പോൾ ഒരു യുവതലമുറ UDF അത് കൃത്യമായ ഘട്ടഘട്ടമായിട്ടുള്ള പ്രചരണമായിരിക്കും ഒരുപക്ഷെ അവരൊരു വിജയത്തിലേക്ക്. അത് വളരെ ശരിയാണ്. കാരണം UDF അവിടെ യുവ രക്തത്തെയാണ് ഇറക്കിയിരിക്കുന്നത്. ചെറുപ്പം, യുവത്വം തുളുമ്പുന്ന മുഖങ്ങളാണ്, അതും പരിചിതമായ മുഖങ്ങൾ, ചാനൽ ചർച്ചകളിലൂടെയും മറ്റും പരിചിതമായ മുഖങ്ങളാണ് അവിടെ UDF വേണ്ടി ഈ പട നയിക്കുന്നത്. ഇപ്പുറത്ത് LDF ചെറുപ്പക്കാരുടെ എണ്ണം വളരെ കുറവാണ്. സ്വരാജ് ചെറുപ്പക്കാരനാണെങ്കിലും അവിടെ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതും പ്രവർത്തിക്കുന്നതുമൊക്കെ മുതിർന്ന കുറേ ആൾക്കാരാണ്. പ്രത്യേകിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിലാണ്. അത് തന്നെ ജനങ്ങളത് താരതമ്യം ചെയ്യുമ്പോൾ എപ്പോഴും ചെറുപ്പക്കാരോടായിരിക്കും അവർക്ക് ഒരു താല്പര്യം കൂടുതലുണ്ടാവുക. അത് ആര്യാടൻ ഷൗക്കത്തിന് ഗുണം ചെയ്യുമെന്നാണ് UDF വിലയിരുത്തൽ. എന്തായാലും LDF ഈ പറയുന്നത് പോലെ ഒരു ആത്മവിശ്വാസക്കുറവ് അവരുടെ പ്രവർത്തകരിൽ കാണുന്നുണ്ടെങ്കിലും നേതാക്കൾ അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് കുറച്ച് ദിവസങ്ങൾ കൂടെ, ഇപ്പോൾ അധിക ദിവസമില്ല, 19-ാം തീയതിയാണ് വോട്ടെടുപ്പ്. 2-3 ദിവസത്തിനുള്ളിൽ നമുക്ക് കാര്യങ്ങൾ കുറേ കൂടി വ്യക്തമാവും. കൃത്യമായിട്ടും
ആരായിരിക്കും നിലമ്പൂരിൽ വിജയിക്കുക എന്ന് കൊട്ടിക്കലാശത്തോടു കൂടി പറയാൻ കഴിയും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ.